കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി 23ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് വിതരണം ചെയ്യാനുള്ളത്. അതിൻ്റെ സമയപരിധി 2026 ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുകയും ചെയ്യും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയ 4 മാസങ്ങളാണ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റിന് വേണ്ടിയുള്ള കാലയളവ്. അതിലേറ്റവും അവസാന മാസങ്ങളോടെ ആയിരിക്കും നമുക്ക് ധനസഹായം എത്തിച്ചേരുക. പക്ഷേ ഇനി ആനുകൂല്യം കേരളത്തിലുള്ളവർക്കും ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള രേഖകളാണ്. അത് 2018-19 കാലയളവിൽ ഉള്ളതാണ് എങ്കിൽ, അതായത് മുൻപ് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകൾ ആ കൃത്യസമയത്ത്, അതായത് സർക്കാർ ഈ പദ്ധതിയുടെ അപേക്ഷ വിളിച്ച സമയത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ വെച്ചാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയില്ല. എന്നാൽ 2019 ഫെബ്രുവരി മാസത്തിന് ശേഷമുള്ള രേഖകൾ വെച്ചാണ് അപേക്ഷകൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത്തരം അപേക്ഷകൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തും നിരവധി കർഷകർ അനർഹമായ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ, അതായത് ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്കാണ് ആനുകൂല്യം ക്ലെയിം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് എന്ന രീതിയിൽ 2 പേരുടെയും പേരിലൊക്കെ ഭൂമിയുള്ളവർ അതിലൊരു വ്യക്തിക്കാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. എങ്കിലും ആ മാനദണ്ഡം തെറ്റിച്ചുകൊണ്ട് അപേക്ഷ വെച്ചിട്ടുള്ള ഒന്നിലധികം പേർ ഒരു വീട്ടിൽ നിന്ന് അപേക്ഷ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തുന്നവരെയും ഇതിലൂടെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഒരാളുടെ ആനുകൂല്യം ഒഴികെ ബാക്കിയുള്ള വ്യക്തികൾ അനർഹമായിട്ട് വാങ്ങിയ ആനുകൂല്യം തിരിച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ കൃഷിഭൂമി നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അതായത് വിൽപ്പന സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടന്നുവെങ്കിൽ മറ്റൊരാളുടെ പേരിലേക്ക് പിന്നീട് ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാൻഡ് റെക്കോർഡിൽ തിരുത്തലുകൾ വരുന്നു. അങ്ങനെയുള്ള പക്ഷം നമുക്ക് പിന്നീട് ആനുകൂല്യങ്ങൾ റദ്ദാവുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളുടെ മിച്ചമുള്ള ഭൂമി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സമർപ്പിച്ച കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ റിന്യൂ ചെയ്തു പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. വർഷം 6000 രൂപയാണ് സാമ്പത്തിക സഹായമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അപേക്ഷ ഉണ്ടോ എന്ന് ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു. നിലവിൽ ഇപ്പോഴും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷേ ഇളവുകൾ വരുത്തിയിട്ടില്ല. അതായത് 2018 വരെ നമുക്ക് കൃഷിഭൂമി ഉണ്ടായിരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 2018-19 കാലയളവിലെ നമ്മളുടെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ ഇപ്പോഴും നമ്മുടെ കൈവശം കൃഷിഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആ ഭൂമിയുടെ തന്നെ ഇപ്പോഴത്തെ ഈ വർഷത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ്. അതുകൊണ്ട് തന്നെ 5 സെന്റിൽ കുറയാതെ വസ്തുവൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കാം. മറ്റ് സംശയ നിവാരണങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയ അത് ആക്റ്റീവ് ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് പരിശോധിക്കുന്ന രീതി ഉൾപ്പെടെ നമ്മൾ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങുന്ന കർഷകർ ഈ KYC മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് അവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. പക്ഷേ ഈ കാര്യം ശ്രദ്ധിക്കില്ല. അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, അതിൻ്റെ ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ സീഡായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സീഡല്ല എങ്കിൽ സീഡ് ചെയ്യേണ്ടതുമാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.